ഇത് ജസ്റ്റ് ഞാൻ ഈ ക്രീമിൻ്റെ തിക്നെസ് ഒന്ന് കാണിച്ചു തരാനായിട്ടാണ്. ആദ്യത്തെ ക്രീം ഉണ്ടാക്കിയപ്പോൾ അതിൽ എമിൽസിഫയർ കൂടുതലുണ്ടായിരുന്നു, വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറവായിരുന്നു, അതുപോലെ സെറ്റൈൽ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരുന്നു, അതുപോലെ നമ്മുടെ ഗമ്മിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ തിക്കനിങ് ഏജൻറ്റ് അതുപോലെ എമിൽസിഫയറൊക്കെ നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കും തോറും അതിൻ്റെ തിക്നെസ് നമുക്ക് കൂടും. അപ്പോൾ ക്രീമിൻ്റെ ഒരു ലോഷൻ പരുവ് അല്ലെങ്കിൽ പരുവത്തിൽ അല്ലെന്ന് വെച്ചാൽ തിക്നെസ് നമുക്ക് ക്രീമിന് കുറച്ചെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എമിൽസിഫയർ, ഗമ്മ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്നെസ് കുറയും. അപ്പോൾ ചിലവരിപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ രാജ്യത്തിൻ്റെ അവിടുത്തെ ക്ലൈമറ്റിനും അനുസരിച്ചാണ് ഓരോ ക്രീമുകളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ചും. അപ്പോൾ ഇപ്പോൾ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിലിപ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി, ചൂട് വരാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വളരെ ലോഷൻ പരുവത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജെല്ല് പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അലോവേര ജെല്ലൊക്കെ ബെസ്റ്റാണ് ആ സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കാനായിട്ട്. അതും പ്യുവർ ജ്യൂസ് കൊണ്ട് ഉണ്ടാക്കുന്ന അലോവേര ജെല്ലൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇതാണ് ഒരു ക്രീം അല്ലെങ്കിൽ ലോഷൻ എന്നൊക്കെ കാര്യങ്ങളിലൊക്കെ തമ്മിലുള്ള ഡിഫറൻസ്.